ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കസിൻ ബ്രദറിൻ്റെ വെഡ്ഡിങ് കൂടാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും ആലപ്പുഴയിലെത്തി. എൻ്റെ ഫ്രണ്ടിനെ മീറ്റപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൻ്റെ കിഴക്കേ നടയാണ്. സന്ധ്യ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ അമ്പലത്തിലോട്ട് എത്തണം. സൺലൈറ്റിൽ തന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഓർത്തതായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. കിഴക്കേ നടയിൽ കൂടെ നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരു വലിയൊരു ആൽമരം ഉണ്ട്. അതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടൊരു വലിയൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. ഇത് പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. പക്ഷേ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കിഴക്കേ നടയിൽ കൂടെ അമ്പലത്തിനുള്ളിലെത്തി. ചേച്ചിക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടർ പടിഞ്ഞാറേ വശത്താണെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൗണ്ടറിലോട്ട് പോവാം. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡ് വശത്തോടുകൂടി പടിഞ്ഞാറേ ഭാഗത്തോട്ട് പോവാണ്. അമ്പലത്തിൻ്റെ സൈഡ് ഭാഗത്തൂടെ വന്നത് കാരണം അവിടെയുള്ള പശുക്കളെയൊക്കെ കാണാൻ പറ്റി. ഇതാണ് അമ്പലത്തിലെ പടിഞ്ഞാറേ നട. ഇതിൽ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ദേവസ്വം അംഗീകൃത പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടർ കാണാൻ പറ്റും. പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടറിൽ ഞങ്ങൾ അന്വേഷിച്ചു അമ്പലപ്പുഴ അമ്പലത്തിലെ പ്രധാന വഴിപാട് എന്താണെന്നുള്ളത്. അപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അവിടുത്തെ പ്രധാന വഴിപാട് തൃക്കൈ വെണ്ണയാണ്. അത് നമ്മൾ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ എത്തിയിരിക്കണം. അത് വാങ്ങി നമ്മൾ ഉള്ളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂജാരി അത് ഭഗവാന് പൂജിച്ചതിന് ശേഷം നമുക്കത് പ്രസാദമായിട്ട് തിരിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഒരുപാട് വൈകിയത് കാരണം അത് വാങ്ങി കൊടുത്താലും നമുക്കത് പ്രസാദമായിട്ട് തിരിച്ച് ഇപ്പോൾ കിട്ടത്തില്ല. പിറ്റേ ദിവസം രാവിലെ നമുക്കത് കിട്ടത്തുള്ളൂ. അത് കാരണം ഞങ്ങളത് വാങ്ങിയില്ല. കൃഷ്ണനെ വെണ്ണ പോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കാര്യം കൂടെയുണ്ട്, തുളസിമാല. അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു ഗ്ലാസ് നെയ്യും വാങ്ങിച്ചിട്ട് ദർശനത്തിന് വേണ്ടിയിട്ട് പോയി. അമ്പലപ്പുഴ അമ്പലത്തിലെ വേറൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് പറഞ്ഞിട്ടും പിന്നെ വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അമ്പലപ്പുഴ അമ്പലത്തിലെ പാൽപ്പായസത്തിനെ കുറിച്ച്. ഇത് നമുക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രീ ബുക്ക് ചെയ്യിപ്പിക്കണം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്കിതൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവളത് ശ്രമിച്ചെങ്കിലും അത് പറ്റിയില്ല. അവളുടെ വീട്ടിൽ അവളുടെ അനിയത്തിയുടെ കല്യാണമൊക്കെ ആയത് കാരണം അവൾ കുറച്ച് തിരക്കിലായിരുന്നു. പക്ഷേ അത് കാരണം അവൾക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ശ്രമിച്ചെങ്കിലും അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അത് കിട്ടിയില്ലെന്നുള്ള ഒരു വിഷമം. ഈ നിൽക്കുന്നത് ഇവിടെ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞിട്ട് ആരതി തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ശിവേലി ഉണ്ട്. ശിവേലി 3 പ്രാവശ്യം ഭഗവാനെ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെ ഉറക്കാൻ കിടത്തുന്നതാണ്. അതിന് തൃപ്പുക എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ശിവേലി ഭഗവാനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എല്ലാവരും പുറകെ പോകുന്നതാണ്. 3 പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവരും, ഭഗവാനെ ചുറ്റിപ്പിച്ച് കൊണ്ടുവരും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗോപാലരത്നം ഭുവനൈരത്നം ഗോവാംഗന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമ്യം യാവംശരത്നം ജയാവിജയീ ദേവദേവോത്തമ ദേവതാ സർവഭൗമ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനായക സ്വാമി പ്രാപ്തസാരി.
ദീപാരാധനയും ശിവേലിയും കഴിഞ്ഞതിന് ശേഷം അടുത്തത് തൃപ്പുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അത് ഭഗവാനെ ഉറക്കാൻ കിടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചടങ്ങാണ്. തൃപ്പുക എന്ന് പറയുന്നത് ഭഗവാനെ ഉറക്കുന്നതിന് മുമ്പ് 3 വശങ്ങളിൽ കൂടി വാസുദേവ എന്ന് വിളിക്കും. ആ സമയത്ത് നമ്മൾ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞത് 13 തൃപ്പുക നമ്മൾ മുടങ്ങാതെ തൊഴുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ വന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് പാൽപ്പായസം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. ഞാനവിടെ വഴിപാട് കൗണ്ടറിൽ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും വരാൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ വഴിപാട് കൗണ്ടറിലൊന്ന് ചെക്ക് ചെയ്യൂ, ദിവസം ബുക്കിംഗ് അല്ലാണ്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഞാൻ വഴിപാട് നടത്തുന്ന ആ പായസ കൗണ്ടറിലോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ ഓപ്പോസിറ്റ് ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ എവിടെയാണ് കൗണ്ടർ എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ എന്നോട് വന്ന് ചോദിച്ചു പായസം കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പായസം കിട്ടിയില്ല. അപ്പോഴവരെന്നോട് ചോദിച്ചു ഇവിടുത്തെ അത്താഴ കഞ്ഞി കുടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ അത്താഴ കഞ്ഞി കൊടുക്കുന്ന പുഴയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും കുടിക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി തരയായിരുന്നു. നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, അറ്റ്ലീസ്റ്റ് പായസം കിട്ടിയില്ല, കഞ്ഞിയെങ്കിലും കുടിച്ചോളൂ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഞങ്ങൾക്കിങ്ങനെ എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഞ്ഞി കുടിച്ച് കഴിയുന്നത് വരെ ഞാനിതൊന്നും ഫീൽ ചെയ്തില്ല. അവസാനമാണ് ഞാൻ മനസ്സിലാക്കിയത് ഭഗവാൻ എൻ്റെ പായസം കിട്ടിയില്ലെങ്കിലും എൻ്റെ കഞ്ഞിയെങ്കിലും നിങ്ങൾ കുടിച്ചിട്ട് പോകുമെന്നുള്ള രീതിയിൽ ഭഗവാൻ തന്നെ അവരുടെ രൂപത്തിൽ, രണ്ടുപേരുടെ രൂപത്തിലും വന്ന് ഇങ്ങനെ തരുന്ന ഒരു കാര്യം ഞാനത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് ഞാനത് ഫീൽ ചെയ്തത്. ഭയങ്കര സന്തോഷമായിരുന്നു. അറ്റ്ലീസ്റ്റ് പായസം കിട്ടിയില്ലെങ്കിലും അവിടുത്തെ കഞ്ഞി കുടിക്കാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കഞ്ഞിയും ചമ്മന്തിയും പിന്നെ പയറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് കേട്ടോ അത്. മനുവും പൗർണമിയുമായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളുടെ കഞ്ഞി വാങ്ങിച്ച് തന്നതും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുമാണ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. വെള്ളത്തിലോട്ട് കയറിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് വിഷമിച്ചായിരുന്നു ഞാൻ കയറിയത്. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും മനസ്സ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. ഭഗവാനെ നമ്മളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഡയറക്റ്റായിട്ടല്ലെങ്കിലും ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും എന്നുള്ളത് ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കല്യാണ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളെ കല്യാണ പയ്യൻ. അങ്ങനെ ഇവരെല്ലാവരും ഹൽദി ഫങ്ഷന് പോയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്ന് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കാൻ പോവുമായിരുന്നു. നെക്സ്റ്റ് ഡേ വന്നിട്ട് വെഡ്ഡിങ് ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.